അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ തൻ്റെ അടുത്തെത്തിയ ഷഹാനയെ അവനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവന് ഒരു മാലാഖ തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നത് പോലെയാണ് തോന്നിയത്. വെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് നല്ല മനോഹരമായിട്ടുണ്ട് അവളെ കാണാൻ. അതുപോലെ തന്നെ നല്ല അടിപൊളി മേക്കപ്പ് എല്ലാം ചെയ്ത് സുന്ദരിയായിട്ടുണ്ട്. തൻ്റെ മുന്നിൽ നിൽക്കുന്ന അവളെ ഒരു നിമിഷം അവനിങ്ങനെ നോക്കി നിന്നു. എങ്ങനെ തുടങ്ങണമെന്നോ എന്ത് പറയണമെന്നോ അറിയാതെ അവൻ ആകെ വിഷമിച്ചു. അവൻ ആകെ വിയർക്കുന്നുണ്ടായിരുന്നു. പോക്കറ്റിൽ നിന്ന് തൻ്റെ കർച്ചീഫ് എടുത്ത് അവൻ വിയർപ്പിങ്ങനെ ഒപ്പി. അവൻ്റെ ആ പരവേശം കണ്ട ഷഹാനക്ക് ഉള്ളിൽ ചിരി വരുന്നുണ്ടായിരുന്നു. എങ്കിലും ഒന്നും അറിയാത്ത, ഒന്നും മനസ്സിലാവാത്ത ഭാവത്തിൽ ഷഹാന അവനോട് ചോദിച്ചു, അമീർ, എന്താണ് നിനക്ക് എന്നോട് പറയാനുള്ളത്? എന്തു പറയാൻ വേണ്ടിയാണ് നീ എന്നെ വിളിച്ചത് എന്നെല്ലാം ചോദിച്ചു. അവളും അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. നല്ല ബ്ലൂ കളർ ജീൻസും വൈറ്റ് ഫുൾ സ്ലീവ് ഷർട്ടും കൂളിംഗ് ഗ്ലാസും അതുപോലെ തന്നെ ബ്ലാക്ക് ഷൂവും എല്ലാം ഇട്ട് നല്ല അടിപൊളി വാച്ചുമെല്ലാം കെട്ടി തന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നല്ല സുന്ദരനായിട്ട് തന്നെയാണ് അവൻ വന്നിരിക്കുന്നത്. ചെക്കൻ കാണാൻ തരക്കേടൊന്നുമില്ല, തനിക്ക് യോജിച്ചവൻ തന്നെയാണ്. പക്ഷേ അവൻ്റെ സാമ്പത്തികാവസ്ഥയും പിന്നെ അവൻ്റെ ഓരോ പക്വതയില്ലായ്മയും എല്ലാം കാണുമ്പോഴാണ് അവൾക്ക് ഉള്ളിൽ ഇവൻ തനിക്ക് യോജിച്ചവനല്ല എന്നൊരു ചിന്ത വരുന്നത്. ഇനി ഉപ്പാനെയും ഉമ്മാനെയുമെല്ലാം ഇത് പറഞ്ഞ് സമ്മതിപ്പിച്ചെടുക്കണം, അതിന് ഭയങ്കര പാടായിരിക്കും എന്നെല്ലാം അവൾ മനസ്സിൽ ഓർത്തു. പെട്ടെന്നാണ് അമീർ താഴെ മുട്ടുകുത്തി അവളുടെ മുന്നിൽ ഇരുന്നത്. അതിൻ്റെ ശേഷം അവൻ്റെ പോക്കറ്റിൽ ഇങ്ങനെ മറച്ച് വെച്ചിരുന്ന ആ ഒരു റോസാപ്പൂ, മനോഹരമായ റോസാപ്പൂ എടുത്ത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട്, ഷഹാന, ഐ ലവ് യു, വിൽ യു മാരി മീ എന്ന് പറഞ്ഞു അവളോട്. അവൾ ആ പൂവിലേക്ക് തന്നെ ഒരു നിമിഷം നോക്കി, അവനെയും നോക്കി. അവളുടെ മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. താൻ ആഗ്രഹിച്ച കാര്യം സംഭവിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് താൻ ആഗ്രഹിച്ചത്. യാതൊരു കൂസലുമില്ലാതെ അവൾ ആ പൂ വാങ്ങി. മറ്റൊന്നുപോലും ചിന്തിക്കാൻ ഇടയില്ലാതെ ആ പൂ അവൾ വാങ്ങിയപ്പോൾ അമീർ ആകെ അന്തം വിട്ടു. അത്രയും പെട്ടെന്ന് അവൾ അത് സ്വീകരിക്കുമെന്നൊന്നും അവൻ വിചാരിച്ചിരുന്നില്ല. അവനാകെ ടെൻഷൻ, അവൾ അത് സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുമെന്നുള്ളത് ആലോചിച്ചായിരുന്നു. അപ്പോൾ അവൾക്കും തന്നോട് ഇഷ്ടമുണ്ടായിരുന്നോ എന്നെല്ലാം അവൻ ഒരു വേള ചിന്തിച്ചു പോയി. അതിൻ്റെ ശേഷം അവൻ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് അവൻ്റെ പോക്കറ്റിൽ നിന്ന് ആ ഡയമണ്ട് റിങ് എടുത്ത് അതുകൂടി അവളെ മോതിര വിരലിൽ അണിയിക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുവന്നു. അതും അവൾ യാതൊരു കുസലവുമില്ലാതെ അവളുടെ മോതിര വിരൽ ഇങ്ങനെ നീട്ടിക്കൊടുത്തു. അതും അവൻ ആ വിരലിൽ അണിയിച്ചു. അതിൻ്റെ ശേഷം അവൻ പതിയെ അവളുടെ ആ വിരലുകളിൽ പതിയെ ചുംബിച്ചു. ഷഹാനയുടെ ഉള്ളിലൂടെ ഒരു കോരിത്തരിപ്പ് പാഞ്ഞുപോയി. അമീർ ആകെ അന്തവിട്ടിരിക്കുകയായിരുന്നു. യാതൊരു പ്രതികരണവുമില്ലാതെ ഇവൾ എല്ലാം സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്രയും നിസ്സാരമായിരുന്നു ഇവളെ പ്രപ്പോസ് ചെയ്യാൻ, വെറുതെ താൻ ടെൻഷൻ അടിച്ചു എന്നെല്ലാം അവൻ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ ഷഹാനയും അവനോട് പറഞ്ഞു, ഐ ലവ് യു ഡാ എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കുറച്ച് സമയം ഇങ്ങനെ പരസ്പരം നോക്കി നിന്നു. അതിൻ്റെ ശേഷം അമീർ ചോദിച്ചു, എല്ലടോ, ഇനിയിപ്പോൾ നിൻ്റെ വീട്ടുകാരോട് എന്ത് പറയും? നിൻ്റെ കസിൻ ചെക്കൻ നിന്നെ കല്യാണം കഴിക്കാൻ ഓടിപ്പാഞ്ഞു വരുമ്പോൾ ഇനി ഈ എന്നെ സ്വീകരിച്ചു എന്ന് പറഞ്ഞ് നീ എങ്ങനെ അവരെ കൊണ്ട് സമ്മതിപ്പിക്കും? ഇന്നലെ ഇപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്നെല്ലാം അമീർ അവളോട് ചോദിച്ചു. ഇത് കേട്ടതും ഷഹാന ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ഹ ഹ ഹ ഹ ഹ എന്നെല്ലാം പറഞ്ഞ്. അത് കണ്ടതും അമീർ ആകെ അന്തം വിട്ടു. ഞാൻ സീരിയസ് ആയ ഒരു കാര്യം പറഞ്ഞപ്പോൾ നീ എന്താണ് ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നത്? നീ പറ, അവർ വരുമ്പോൾ എന്താണ് നീ മറുപടി പറയാൻ കണ്ടിരിക്കുന്നത്? ഇത്രയും ദിവസമില്ലാത്ത ഒരു പ്രണയം പെട്ടെന്ന് എവിടെ നിന്ന് പൊന്തി വന്നു എന്ന് വിചാരിക്കില്ലേ നിൻ്റെ വീട്ടുകാർ എന്ന് ചോദിച്ചു. ഇത് കേട്ടതും ഷഹാന വീണ്ടും അവനെ കളിയാക്കിക്കൊണ്ട് ചിരിച്ചു. അത് കണ്ടപ്പോൾ അമീറിന് പെട്ടെന്ന് ദേഷ്യമാണ് വന്നത്. ഞാനൊരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ നീ എന്നെ കളിയാക്കി ചിരിക്കുന്നു. എന്താണ് നീ ഇങ്ങനെ ഒരു സീരിയസ്നെസ് ഇല്ലാതെ? എന്തെങ്കിലും പറയണ്ടേ നിൻ്റെ വീട്ടുകാരോട് എന്ന് ചോദിച്ചു. അപ്പോൾ ഷഹാന അവനോട് പറഞ്ഞു, എടാ പൊട്ട, ഞാൻ നിന്നെ പറ്റിച്ചതാണ്. അപ്പോൾ അമീർ ചോദിച്ചു, പറ്റിച്ചതോ? എന്തിനും?
അവൾ പറഞ്ഞു, എനിക്കറിയാമായിരുന്നു നിനക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന്. എനിക്കും അതുപോലെ നിന്നെ ഇഷ്ടമായിരുന്നു. പക്ഷെ നിന്നെക്കൊണ്ട് തന്നെ അത് പറയിപ്പിക്കണ്ടേ? ഞാൻ നിന്നോട് പറഞ്ഞാൽ പിന്നെ അതിൽ എന്താണ് അർത്ഥമുള്ളത്? നീയല്ലേ ആണുങ്ങളല്ലേ ഫസ്റ്റ് പ്രപ്പോസ് ചെയ്യുക. അതുകൊണ്ട് നിന്നെക്കൊണ്ട് എന്നോട് പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ ഒരു കള്ളക്കഥയുണ്ടാക്കിയതാണ്. എന്നെ ആരും കാണാനൊന്നും വരുന്നില്ല. എൻ്റെ വീട്ടുകാർ എനിക്കൊരു കല്യാണവും ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. ഇടയ്ക്കൊക്കെ ഉമ്മാനോടൊരു ബ്രോക്കർ വന്ന് ഇടയ്ക്കിടെ മോളെ കല്യാണം കഴിപ്പിക്കുന്നുണ്ടോ എന്നെല്ലാം ചോദിക്കാറുണ്ട്. എന്നല്ലാതെ സീരിയസ് ആയിട്ട് വീട്ടിൽ എനിക്ക് കല്യാണാലോചന ഒന്നും തുടങ്ങിയിട്ടില്ലടാ മണ്ട എന്നെല്ലാം പറഞ്ഞു. അപ്പോഴാണ് അമീർ ആകെ അന്ത വിട്ടത്. ഇവൾ ആള് കൊള്ളാമല്ലോ, സൂത്രക്കാരി. തൻ്റെ കാര്യം സാധിച്ചെടുക്കാൻ എന്ത് വളഞ്ഞ വഴിയും സ്വീകരിക്കാൻ മടിയില്ലാത്തവളാണ് ഇവൾ. അപ്പോൾ അവളോട് പറഞ്ഞു, അത് ശരി, നീ എന്നെ പറ്റിച്ചതാണല്ലേ. ഞാൻ കുറച്ച് സമയം അടിച്ച ടെൻഷൻ എത്രയാണെന്ന് നിനക്കറിയാമോ? ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഒപ്പിച്ച് വാങ്ങിയെടുക്കാനും നിൻ്റെ അടുത്ത് വന്നതെല്ലാം പറയാനും ഞാൻ ഇത്ര സമയം നിൻ്റെ അടുത്ത് എത്തുവോളം നിൻ്റെ മറുപടി എന്താണെന്നൊന്നും അറിയാതെ ആകെ ടെൻഷൻ അടിച്ച് മനുഷ്യൻ വല്ല ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുപോയേനെ. അത്രയും ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് അവൾ യാതൊരു കൂസലുമില്ലാതെ നിന്ന് ചിരിക്കുന്നത് കണ്ടോ എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടതും ഷഹാന പറഞ്ഞു, സോറിടാ, എനിക്ക് അങ്ങനെ ഒരു കളി കളിക്കേണ്ടി വന്നു നിന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ. അല്ലാതെ ഇത്രയും കാലം എനിക്കറിയാം നിൻ്റെ ഉള്ളിൽ എന്നോട് സ്നേഹമുണ്ടെന്ന്. ഇത്രയും കാലമായിട്ട് നീ എന്നോടത് തുറന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇനി ബൈ ചാൻസ് വീട്ടുകാരെല്ലാം വല്ല കല്യാണാലോചന കൊണ്ടുവന്നാൽ പിന്നീട് എനിക്കത് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അവർ കല്യാണാലോചന തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിന്നെക്കൊണ്ട് പറയിപ്പിക്കാമെന്ന് കരുത്. അതുകൊണ്ട് എന്താ, ഇപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്നേഹം ഇപ്പോഴെങ്കിലും തുറന്നു പറയാൻ കഴിഞ്ഞില്ലേ? അല്ലെങ്കിൽ ഇപ്പോഴും നമ്മളത് പറയാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകും എന്ന് പറഞ്ഞു. അത് കേട്ടതും അമീറിനും തോന്നി, അവൾ പറഞ്ഞത് ശരിയാണ്. ഇങ്ങനെ അവളൊരു കളി കളിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോഴൊന്നും താൻ അവളോട് തൻ്റെ ഇഷ്ടം തുറന്ന് പറയുകയില്ല. അവൻ പറഞ്ഞു, എന്തായാലും സമാധാനമായി, ഞാൻ ആകെ ടെൻഷൻ അടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഷഹാന പറഞ്ഞു, സോറിടാ, എന്നോട് ക്ഷമിക്കെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം കൈകളെല്ലാം കോർത്ത് പിടിച്ച് ആ പാർക്ക് മുഴുവൻ ചുറ്റി നടന്ന് കാണുകയും എല്ലാം ചെയ്തു. അങ്ങനെ അമീർ അവളോട് ചോദിച്ചു, നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഷഹാന പറഞ്ഞു, പിന്നെ കഴിക്കണ്ടേ, നമ്മുടെ ഇഷ്ടം തുറന്നു പറഞ്ഞ ദിവസമല്ലേ ഇന്ന്, നമുക്ക് ഐസ്ക്രീം എല്ലാം കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോയിട്ട് ഐസ്ക്രീമും കഴിച്ച് അങ്ങനെ അവർ കുറച്ച് സമയം കൂടി അവിടെ ചിലവഴിച്ച ശേഷം അമീർ പറഞ്ഞു, എന്നാൽ ഷഹാന, ഇനി നമുക്ക് പോവാം. നിന്നെ ഞാൻ വീടിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്യാം, എൻ്റെ വണ്ടിയിൽ കയറിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, വീടിൻ്റെ തൊട്ട് മുന്നിൽ ഇറക്കേണ്ട കേട്ടോ, ഞാൻ ഉമ്മാനോട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പാർട്ടിയുണ്ട് എന്ന് പറഞ്ഞു പോകുന്നതാണ്. ഇനി എങ്ങാനും സിറ്റ് ഔട്ടിൻ്റെ അവിടെ ഉമ്മറത്ത് എങ്ങനെ ഉമ്മയോ അല്ലെങ്കിൽ പരിചയമുള്ള ആരെങ്കിലും നമ്മളെ കണ്ടാൽ സീനാവും. അതുകൊണ്ട് നീ എന്നെ കുറച്ച് മാറി ഇറക്കി തന്നാൽ മതി, അവിടെ നിന്ന് ഞാൻ നടന്നു പോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അമീർ പറഞ്ഞു, ആടി പെണ്ണെ, എനിക്കറിയാമല്ലോ, അല്ലാതെ ഞാൻ എന്താ പൊട്ടനാണോ നിന്നെ നിൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് കൊണ്ടുപോയി ഇറക്കാൻ. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ പോരാറുള്ളതെന്ന് തന്നെയല്ലേടാ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇന്ന് ഞാൻ വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോകുന്നത്, കാറിലാണ് പോകുന്നത് എന്നെല്ലാം ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അത് കണ്ട് സീനാവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, കള്ളമാണെന്ന് ഉമ്മാക്ക് തോന്നിയാലോ എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ അമീർ പറഞ്ഞു, എങ്കിൽ അങ്ങനെ ചെയ്യാം, നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ അമീർ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ഷഹാന അവൻ്റെ പിന്നിലിങ്ങനെ അവൻ്റെ വയറിന്മേൽ ചുറ്റിപ്പിടിച്ച് ഇങ്ങനെ അവനോട് ചേർന്നിരുന്നു. അപ്പോൾ അവൾക്ക് തോന്നി, ഇനിയിപ്പോൾ ഇവൻ തൻ്റെ പയ്യനാണ്, അതുകൊണ്ട് കുറച്ച് സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ അവനോട് ചേർന്നിരിക്കാമെന്ന് അവനും തോന്നി. തൻ്റെ പെണ്ണാണ്. ഇപ്പോൾ രണ്ടു പേർക്കും അങ്ങനെ പരസ്പരം ഇരിക്കുന്നതിൽ ഒരു സമാധാനമുണ്ട്. കാരണം താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനാണ് അമീർ. അതുപോലെ തന്നെ അമീറിനും അറിയാം താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണ് ഷഹാന എന്ന്. അങ്ങനെ രണ്ടുപേരും ഷഹാനയുടെ വീടിൻ്റെ മുൻപിൽ കുറച്ച് മാറി ബൈക്ക് പാർക്ക് ചെയ്ത് അങ്ങനെ ഷഹാന അവിടെ ഇറങ്ങി അമീറിനോട് കൈവീശി കാണിച്ചു. എന്നാൽ ഞാൻ പോട്ടടാ എന്ന് പറഞ്ഞു. അമീർ അവളോട്, ഓക്കെ ഡി, വീട്ടിലെത്തിയാൽ ഞാൻ വിളിക്കാൻ കേട്ടോ, വൈകുന്നേരം ഫ്രീ ആയിട്ട് എന്നെല്ലാം പറഞ്ഞു. അവൾ ഓക്കേടാ എന്നും പറഞ്ഞുകൊണ്ട് വീടിനകത്തേക്ക് കയറിപ്പോയി. ആമി തൻ്റെ ഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ട് തൻ്റെ ബെഡിൽ കിടക്കുകയാണ്. അപ്പോഴാണ് സൈനുവിൻ്റെ വിളി വന്നത്. ഹലോ, എന്തെടുക്കുവാണ്? അവൾ പറഞ്ഞു, ഞാനിവിടെ കിടക്കുകയാണ് സൈനുക്ക, എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, നല്ല വിശേഷം. പിന്നെ ഇനി അധിക ദിവസമില്ല, ആകെ 2-3 ദിവസമുള്ളൂ നമ്മുടെ നിശ്ചയത്തിന്.
ഡ്രസ്സെല്ലാം എടുക്കണ്ടേ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, ആ ശരിയാണ്, ഒരു തിരക്കിനിടയിൽപ്പെട്ട് ഞാൻ മറന്നുപോയി. അപ്പോൾ സൈനു പറഞ്ഞു, പിന്നെ നമുക്ക് ഒരുമിച്ച് പോയാലോ ഡ്രസ്സ് എടുക്കാൻ? നിനക്കുള്ളത് ഞാൻ സെലക്ട് ചെയ്യാം, എനിക്കുള്ളത് നീയും സെലക്ട് ചെയ്യ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ആ ഓക്കെ സൈനുക്ക, അതിനെന്താ, പിന്നെ വീട്ടിൽ നിന്ന് ഉമ്മയും ഉപ്പയും ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, ആ അതിനെന്താ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. സൈനു പറഞ്ഞു, പിന്നെ നീ ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അതിന് തടസ്സം നിൽക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എന്താണ് സൈനുക്ക എന്ന് ചോദിച്ചു. പിന്നെ നിശ്ചയത്തിൻ്റെ ചിലവ് ഞാൻ എടുക്കും, നീ അതിന് തടസ്സമൊന്നും പറയരുത്. ഇനി നീ എൻ്റെ പെണ്ണല്ലേ, എൻ്റെ പെണ്ണിന് വേണ്ടി അവളുടെ വീട്ടുകാർക്കും വേണ്ടി ഇനി എനിക്ക് ചിലവഴിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല, നമ്മുടെ നിശ്ചയത്തിനല്ലേ, അതുകൊണ്ട് അതിൻ്റെ ചിലവ് ഞാൻ എടുക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അമ്മ പറഞ്ഞു, സൈനുക്ക, കല്യാണം കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ തന്നെയാണ് ചിലവാക്കുക. അതിൻ്റെ മുന്നേയെങ്കിലും ഞാൻ അധ്വാനിച്ച പൈസയിൽ നിന്ന് എൻ്റെ നിശ്ചയം നടത്താനുള്ള ചിലവ് നടത്താനുള്ള സമ്മതം എനിക്ക് വേണം. സൈനുക്ക മറുത്തൊന്നും പറയരുത്. അപ്പോൾ അവൻ പറഞ്ഞു, എന്താടി പ്ലീസ്, നീ ഇങ്ങനെ, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ടല്ലോ ഇപ്പോൾ, അതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ആമി പറഞ്ഞു, അതൊന്നും വേണ്ട, കല്യാണം കഴിഞ്ഞാൽ എന്തായാലും സൈനുക്ക തന്നെയായിരിക്കും ചിലവഴിക്കുന്നത്, അതുകൊണ്ട് കല്യാണത്തിന് മുൻപെങ്കിലും എനിക്ക് എന്നുമുള്ളൊരാഗ്രഹമാണ് എൻ്റെ കല്യാണമായാലും എൻ്റെ കല്യാണ നിശ്ചയമായാലും അതിനു വേണ്ടിയിട്ടുള്ള എന്ത് ചിലവായാലും എൻ്റെ സ്വന്തം അധ്വാനം കൊണ്ടായിരിക്കണം അത് എന്നുള്ളത്. കാരണം ചെറുപ്പം മുതലേ ഉപ്പാൻ്റെ സ്വഭാവം എനിക്കറിയാം. ഉപ്പ ഒരു ഭക്ഷണം പോലും എനിക്ക് നേരെ തന്നിട്ടില്ല, ഒരു ഡ്രസ്സ് പോലും, ഒരു പെരുന്നാൾക്ക് പോലും എനിക്ക് എടുത്ത് തന്നിട്ടില്ല. എപ്പോഴും ഉമ്മമ്മയോ ഉപ്പപ്പയോ കൊടുക്കുന്ന പൈസ കൊണ്ട് ഉമ്മയാണ് എനിക്ക് ആരും കാണാതെ എന്തെങ്കിലും എടുത്ത് തരാറുള്ളത്. അതുകൊണ്ട് ഞാൻ അന്നേ തീരുമാനിച്ചതാണ്, ഞാൻ സ്വയം അധ്വാനിച്ച് എൻ്റെ കല്യാണവും അതുപോലെയുള്ള ചിലവുകളും നടത്തുമെന്ന്. അതുകൊണ്ട് സൈനുക്ക മറുത്തൊന്നും പറയരുത് പ്ലീസ് എന്ന് പറഞ്ഞു. സൈനുവിന് മനസ്സിലായി, ആമി അഭിമാനമുള്ള പെണ്ണാണ്, കല്യാണത്തിന് മുൻപുള്ള ചിലവുകളൊന്നും അവനെ കൊണ്ട് എടുപ്പിക്കില്ല എന്ന്. അപ്പോൾ അവന് മനസ്സിലായി, ഇനി താൻ നിർബന്ധിച്ചിട്ട് കാര്യമില്ല, അവൾ പറഞ്ഞാൽ പറഞ്ഞതാണ് എന്ന്. അപ്പോൾ സൈനു പറഞ്ഞു, എന്നിട്ടിപ്പോൾ നമ്മൾ ഒരുമിച്ച് പോയിട്ട് നിൻ്റെ ബില്ല് നീ കൊടുക്കുമെന്നാണോ പറയുന്നത് എന്ന് ചോദിച്ചു അവൻ. അപ്പോൾ അവൾ പറഞ്ഞു, അതെ സൈനുക്ക, ഇവിടെ എനിക്ക് മാത്രമല്ല ഉമ്മമാക്കും ഉപ്പപ്പാക്കും മേമാക്കും അതുപോലെ തന്നെ ഉമ്മാക്കും എല്ലാവർക്കും ഞാൻ ഡ്രസ്സ് എടുക്കുന്നുണ്ട്, അതെല്ലാം നിങ്ങളെ കൊണ്ട് കൊടുപ്പിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സൈനു പറഞ്ഞു, അവർ ഇപ്പോൾ എൻ്റെ കൂടി ഉമ്മയും മേമയും വല്ലിപ്പയും വല്ലിമ്മയും ഒക്കെ അല്ലേ ആമി, നീ എന്താ ഇങ്ങനെയെല്ലാം പറയുന്നത്, നീ അങ്ങനെ ചിന്തിക്ക്, അപ്പോൾ അവർക്കുള്ളത് എടുത്തു കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആമി പറഞ്ഞു, സൈനുക്ക പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷേ അവർക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടത് സൈനുക്ക, ഇനിയിപ്പോൾ ഈ ഒരു പേര് പറഞ്ഞിട്ടെങ്കിലും ഞാനത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ സൈനു പറഞ്ഞു, ഓക്കെ, എന്നാൽ നിൻ്റെ ഇഷ്ടം, എന്നാലും നമുക്ക് ഒരുമിച്ച് പോകാമല്ലേ, നിനക്കുള്ള ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്യാം, എനിക്കുള്ള നീയും സെലക്ട് ചെയ്തു. അപ്പോൾ അമ്മ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, അതിനൊക്കെ ഞാൻ റെഡിയാണ്, എന്നാലും നമുക്ക് വൈകിട്ട് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ സൈനു പറഞ്ഞു, ആ എന്നാൽ അങ്ങനെ ചെയ്യാം, പിന്നെ ഞാൻ ഒരിക്കൽ കൂടി നിന്നോട് ചോദിക്കുകയാണ്, ഡ്രസ്സ് ഞാൻ എടുക്കാം, ഇനി നിശ്ചയത്തിൻ്റെ ഫുഡിൻ്റെ ചിലവ് വേണമെങ്കിൽ നീ എടുത്തോ പ്ലീസ്, എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ആമിക്ക് ദേഷ്യം വന്നു. അവൾ പറഞ്ഞു, സൈനുക്ക, ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞതല്ലേ ഈ കാര്യത്തിന് എന്നെ നിർബന്ധിക്കരുത് എന്ന്, കല്യാണം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾ എത്ര വേണമെങ്കിലും എനിക്ക് വേണ്ടി ചിലവഴിച്ചോ, പക്ഷെ അതിന് മുന്നേ ഉള്ള എൻ്റെ കല്യാണത്തിൻ്റെ ആയാലും എൻ്റെ കല്യാണ നിശ്ചയത്തിൻ്റെ ആയാലും ചിലവുകൾ എൻ്റെ അധ്വാനം കൊണ്ട് വേണം, അതെൻ്റെ ആഗ്രഹമാണ്, ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമാണ്, സൈനുക്ക് അതിന് എതിര് നിൽക്കരുത് പ്ലീസ് എന്ന് പറഞ്ഞു. അപ്പോൾ സൈനു പറഞ്ഞു, ഓക്കെ ആമിക്കുട്ടി, നിൻ്റെ ഇഷ്ടം, ഇനി ഞാൻ നിർബന്ധിക്കുന്നില്ല, പറയാവുന്നിടത്തോളം പറഞ്ഞു, പിന്നെ നിൻ്റെ തീരുമാനം അതാണെങ്കിൽ ഞാൻ എന്ത് പറയാനാ. അപ്പോൾ ആമി ചോദിച്ചു, സൈനുക്കാക്ക് ദേഷ്യമുണ്ടോ എന്നോട് ഞാൻ സമ്മതിക്കാത്തത് കൊണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഏയ് എനിക്കോ, എന്തിന്, നീ അഭിമാനമുള്ള പെണ്ണാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, നിനക്ക് നിൻ്റെ അധ്വാനം കൊണ്ട് നിൻ്റെ കല്യാണവും അതിൻ്റെ ചിലവുകൾ നടത്തണമെന്നല്ലേ, അതിന് ഞാൻ എന്തിനു ദേഷ്യപ്പെടണം, ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു എന്നുള്ളൂ, കുഴപ്പമില്ല, നീ ചെറുപ്പം മുതലേ ആഗ്രഹിച്ചിട്ടുള്ളതാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആമി പറഞ്ഞു, ഓക്കെ സൈനുക്ക, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്, അപ്പോൾ നമുക്ക് വൈകുന്നേരം പോകാം കേട്ടോ, ഉമ്മാനോടും ഉപ്പാനോടൊക്കെ എൻ്റെ അന്വേഷണം പറയണേ എന്ന് പറഞ്ഞു.
അവൻ പറഞ്ഞു, ആടി നീ വിളിച്ചാൽ ഉമ്മ ചോദിക്കാറുണ്ട് എപ്പോഴും നിന്റെ വിവരങ്ങൾ. അപ്പോൾ ഞാൻ പറയാറുണ്ട്. ഇനിയിപ്പോൾ വൈകിട്ട് നിങ്ങൾ നേരിട്ട് കാണുകയല്ലേ, ഉമ്മയും മരുമോളും അന്വേഷണം പറയുകയോ വിശേഷങ്ങൾ പറയുകയോ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ, നിങ്ങൾക്ക് ഒഴിഞ്ഞു കിട്ടുകയില്ലേ കുറേ സമയം എന്ന് പറഞ്ഞു. അപ്പോൾ ആമി പറഞ്ഞു, അതും ശരിയാണല്ലോ, ഇനി വൈകുന്നേരം ഉമ്മാനെയും ഉപ്പാനെയും ഒക്കെ എനിക്ക് കാണാമല്ലോ. എന്നാലും ഞാൻ വിളിച്ചതെന്നൊന്ന് പറയണേ എന്നെല്ലാം പറഞ്ഞു. സൈന് പറഞ്ഞു, ഞാൻ പറയാടി പെണ്ണെ ഇവളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ വെച്ചു. അങ്ങനെ അവൻ ഫോൺ വെച്ച ശേഷം ആമി അവൻ്റെ കോൾ ഒന്നുകൂടി ഇങ്ങനെ ജസ്റ്റ് ഡയൽ കാണുന്നുണ്ട്. അത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ റസിയ അങ്ങോട്ട് വരുന്നത്. ആരാ മോളെ വിളിച്ചത്, എന്താണ് വിശേഷം എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഉമ്മ അത് സൈനൊക്കെയാണ്. പിന്നെ ഇനി ആകെ 2-3 ദിവസമല്ലേ ഉള്ളൂ നിശ്ചയത്തിന്. അപ്പോൾ ഡ്രസ്സ് എടുക്കാമെന്നെല്ലാം പറയുകയായിരുന്നു സൈനുക്ക. ഇന്ന് വൈകുന്നേരം പോകണം. ഞാനാണെങ്കിൽ ഓരോ തിരക്കിനിടയിൽ അത് ശ്രദ്ധിക്കുകയും ചെയ്തില്ല. ഇനിയിപ്പോൾ നല്ല ഡ്രസ്സൊക്കെ കിട്ടുമോന്നാവോ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ റസിയ പറഞ്ഞു, മോളെ ഇപ്പോഴൊക്കെ ഇഷ്ടം പോലെ പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ. പണ്ടല്ലേ സ്റ്റിച്ച് ചെയ്യാനും തുണിയെടുത്ത് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ സമയം വേണ്ടത്. ഇപ്പോൾ ഏത് വിധം ഡ്രസ്സ് വേണമെങ്കിലും വെഡ്ഡിങ് ഡ്രസ്സായാലും എന്തായാലും നല്ല അടിപൊളി ഡ്രസ്സുകളെല്ലാം ഇഷ്ടംപോലെ റെഡിമെയ്ഡ് കിട്ടുമല്ലോ. അതുകൊണ്ട് അതൊന്നും വിഷമിക്കേണ്ട, അതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ റസിയാനോട് പറഞ്ഞു, പിന്നെ ഉമ്മക്ക് എന്ത് കളർ പർദ്ദയാണ് വേണ്ടത്? ഉമ്മ പർദ്ദ ഒരു സാരി ആക്കിയാലോ, എൻ്റെ ഉമ്മച്ചി സുന്ദരിയായിരിക്കും. അല്ലെങ്കിൽ വേണ്ട ചുരിദാറായാലോ എന്നല്ല അവളിങ്ങനെ റസിയാൻ്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചു കൊണ്ട് പറഞ്ഞു. അപ്പോൾ റസിയ പറഞ്ഞു, പോ പെണ്ണെ, അവളുടെ ഒരു കാര്യം. ഈ പ്രായത്താണ് ഇനിയിപ്പോൾ ഞാൻ സാരിയും ചുരിദാറും ഇടാൻ പോകുന്നത്. നല്ല പ്രായത്തിൽ തന്നെ ഇടാൻ നിൻ്റെ ഉപ്പ സമ്മതിച്ചിട്ടില്ല, ഇനിയല്ലേ ഇപ്പോൾ എന്ന് പറഞ്ഞു. അത് കേട്ടതും ആമി പറഞ്ഞു, എന്താ എൻ്റെ റസിയ കുട്ടി ഇപ്പോൾ ഉമ്മച്ചി കിളവിയാണോ എന്നാണോ വിചാരം? ഇപ്പോഴും എൻ്റെ ഉമ്മച്ചി സുന്ദരി തന്നെയാണ്. നമ്മൾ രണ്ടുപേരും പോകുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഏട്ടത്തിയും അനിയത്തിയുമാണോ എന്ന്. അത്രയും ചെറുപ്പമാണ് ഉമ്മാനെ കണ്ടാൽ. ഉമ്മ ഇടുന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു തരാം, നല്ല അടിപൊളി ചുരിദാറോ സാരിയോ എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ റസി പറഞ്ഞു, വേണ്ട മോളെ, ഈ നിശ്ചയത്തിനൊക്കെ എന്തിനാണ് ഡ്രസ്സ് എടുക്കുന്നത്? ഉമ്മാൻ്റെ അടുത്തുണ്ടല്ലോ നല്ലത്, അത് ഞാൻ ഇട്ടോളാം. ഇനി നമുക്ക് കല്യാണത്തിന് എടുക്കാം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഉമ്മാൻ്റെ അടുത്ത് ഉള്ള നല്ലതൊക്കെ എനിക്കറിയാം. ഉപ്പ എടുത്തു തരുന്ന ഓരോ ഇപ്പോൾ ഈ അടുത്താണ് എനിക്ക് ജോലി കിട്ടിയിട്ട് കുറച്ച് നല്ല പർദ്ദകളൊക്കെ ഞാൻ എടുത്തു തന്നത്. അതിൻ്റെ മുന്നേ ഉള്ളതെല്ലാം ഉപ്പ എടുത്തു തരുന്ന വില കുറഞ്ഞ വല്ല 200-300 രൂപ എവിടെയെങ്കിലും തെരുവിൽ വിറ്റൊഴിവാക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊണ്ടുവന്ന് തരും എന്നല്ലാതെ. പിന്നെ ഈ ഇപ്പം ജോലി കിട്ടിയിട്ട് ഞാനാണ് ഉമ്മാക്ക് എടുത്തു തന്നത് കുറച്ചെങ്കിലും നല്ലതുള്ളത്. അതൊന്നും ഇങ്ങനെയുള്ള പാർട്ടിക്കൊന്നും ഇടാൻ പറ്റിയതല്ലല്ലോ ഉമ്മ. അത് എവിടേക്കെങ്കിലും നമ്മൾ സാധാരണ പോകുമ്പോൾ ഇടാൻ പറ്റിയതല്ലേ. ഇത് കുറച്ച് നല്ലത് തന്നെ ആയിക്കോട്ടെ, കുറച്ച് നല്ല ഡിസൈൻ ഉള്ളത്. അപ്പോൾ പടച്ചവൻ വേണ്ടുക വെച്ച് അൽഹംദുലില്ലാ എൻ്റെ കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് നല്ലൊരു പർദ്ദ തന്നെ ഉമ്മാക്ക് ഞാൻ എടുത്തു തരും. ഏത് കളറാണ് വേണ്ടത് എന്നുമ്മ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ റസിയ പറഞ്ഞു, എൻ്റെ മോൾ എന്ത് കൊണ്ടുവന്നാലും ഉമ്മ ഇടും. എൻ്റെ കളറുകൾ എന്നേക്കാൾ കൂടുതൽ അറിയുന്നത് നിനക്കാണ്, അതുകൊണ്ട് നീ കൊടുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഓക്കെ ഉമ്മ എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, വല്യമാക്കും പർദ്ദയും ഉപ്പപ്പാക്കും മുണ്ടും ഷർട്ടും മേമാക്ക് നല്ലൊരു ചുരിദാറും എടുക്കാം. അവരോട് ഇപ്പോൾ തന്നെ പറയണ്ട, സർപ്രൈസ് ആയിക്കോട്ടെ. അവരുടെയും എനിക്കറിയാം അവരുടെ ഇഷ്ടങ്ങളെല്ലാം, അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നത് എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും, നമുക്ക് സർപ്രൈസ് ആയി കൊടുക്കാമെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ റസി പറഞ്ഞു, ഓക്കെ മോളെ, നിൻ്റെ ഇഷ്ടം, എന്നാൽ ഇനി വൈകിക്കേണ്ട. മോൾ പെട്ടെന്ന് മോളുടെ ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർത്ത് വേഗം ഇറങ്ങാൻ നോക്ക്, അവരെ കാത്തു നിർത്തണ്ട എന്ന് പറഞ്ഞ് റസി അവിടെ നിന്നും പോയി.